തനിക്കെതിരെ BJP തയ്യാറാക്കിയ കുറ്റപത്രം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുപ്രചാരണം അഴിച്ചുവിടാനുള്ളതാണെന്ന് അഡ്വക്കേറ്റ് വി ജോയി MLA പറഞ്ഞു. കുറ്റപത്രത്തിന്റെ തുടക്കത്തിൽ CPM എന്നെഴുതിയത് തെറ്റിദ്ധരിപ്പിക്കുന്നതും പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതുമാണ്. ഇതിനെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനിവിടെ നിയമസഭാ അംഗമാണ്. എൻ്റെ ഏതെങ്കിലും ഒരു വീഴ്ച എടുത്തു കാട്ടി ഇതിനു മുമ്പ് ഒരു മാർച്ച് നടത്താനോ ഒരു സമരം നടത്താനോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ MLA ഇന്ന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് കാണിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ BJPക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരും. അപ്പോൾ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് MLAക്കെതിരെ ഒരു കുറ്റപത്രമെന്ന് പറഞ്ഞ് നാടാകെ ഒരു പ്രചരണം അഴിച്ചുവിടാൻ മാത്രമാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലില്ലായിരുന്നോ? അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമായിരുന്നല്ലോ. അപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പക്ഷേ ജനങ്ങൾ വിഡ്ഢികളല്ല. ജനങ്ങൾക്ക് ഓരോ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ശേഷിയുണ്ട്. അത് ജനങ്ങൾ വരുന്ന നാളുകളിൽ തെളിയിക്കുമെന്നാണ് ഞാൻ വിനീതമായിട്ട് കരുതുന്നത്. MLA കുറ്റപത്രം വർക്കല അഡ്വക്കേറ്റ് വി ജോയി CPIM എന്ന് വച്ചിരിക്കുകയാണ്. ഇത് നിയമാനുസരണം തെറ്റാണ്. CPIM എന്ന് ഈ മുകളിലടിക്കാൻ ആകെ അവകാശമുള്ളത് CPM പാർട്ടിക്ക് മാത്രമാണ്. ഇത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് BJP ചെയ്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പോലീസിൽ പരാതിപ്പെട്ട് കേസെടുക്കേണ്ടുന്ന കാര്യമാണ്. ആരാണിത് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് പേരും അഡ്രസ്സും എഴുതി വെക്കണം. BJPയുടെ ഇന്ന ഘടകമാണ്, ഇന്ന സ്ഥാനത്തിരിക്കുന്നവരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നതെന്ന് എഴുതി വെക്കണം. അപ്പോൾ ഇത് ഒരു പറ്റിപ്പാണ്. കാരണം ഇത് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ CPM ആണ് ഇതിറക്കിയതെന്ന് തോന്നും. CPM നേതാക്കളായ S. ഷാജഹാൻ, MK യൂസഫ് തുടങ്ങിയവരും വർക്കലയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാളെ BJP ഓഫീസിലേക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച് നടക്കും.